ഹലോ കൂട്ടുകാരെ, ജൂലൈ 5 ബഷീർ ദിനമാണല്ലോ അല്ലേ? ബഷീർ ദിനത്തോടനുബന്ധിച്ച് നടക്കാവുന്ന ക്വിസ് കോമ്പറ്റീഷനുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള 15 ചോദ്യങ്ങളാണ് ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. 2, ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. 3, ബഷീർ ജനിച്ച വർഷം? ഉത്തരം 1908. 4, ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലായിരുന്നു? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. 5, ബഷീറിൻ്റെ ജനന സ്ഥലം എവിടെയാണ്? ഉത്തരം തലയോലപ്പറമ്പ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് ബഷീർ ജനിച്ചത്. 6, മജീദും സുഹറയും ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം ബാല്യകാലസഖി. 7, ബഷീർ മരിച്ച വർഷം ഏത്? ഉത്തരം 1994 ജൂലൈ 5. അതുകൊണ്ടാണ് ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത്. 8ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ മതിലുകൾ സിനിമ ആക്കിയപ്പോൾ അതിൽ അഭിനയിച്ച നടൻ ആരായിരുന്നു? ഉത്തരം മമ്മൂട്ടി. മതിലുകൾ എന്ന നോവലാണ് സിനിമയാക്കിയത്, അഭിനയിച്ചത് മമ്മൂട്ടി. 9, ബഷീറിൻ്റെ തൂലികാനാമം എന്താണ്? ഉത്തരം പ്രഭ. പ്രഭ എന്ന തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം കൊച്ചു മുഹമ്മദ് എന്നായിരുന്നു ബഷീറിൻ്റെ യഥാർത്ഥ പേര്. 11, ബഷീർ രചിച്ച ഒരേ ഒരു നാടകം ഏതായിരുന്നു? ഉത്തരം കഥാബീജം. 12, ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്ന മാസികയുടെ പേര്? ഉത്തരം ഉജ്ജീവനി. 13, ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥയുടെ പേരെന്തായിരുന്നു? ഉത്തരം തങ്കം. തങ്കം എന്നതായിരുന്നു ആദ്യത്തെ കഥയുടെ പേര്. 14ാമത്തെ ചോദ്യം, പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീറിൻ്റെ കൃതി ഏതായിരുന്നു? ഉത്തരം പാത്തുമ്മയുടെ ആട്. ആടിനെ കേന്ദ്ര കഥാപാത്രമായി എഴുതിയ നോവലായിരുന്നു പാത്തുമ്മയുടെ ആട്. 15, ബഷീറിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരം ഏതായിരുന്നു? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. കോഴിക്കോട് വെച്ചാണ് 1930. 1930 ഗാന്ധിജിയുടെ കൂടെയായിരുന്നു ഈ സത്യാഗ്രഹം നടന്നിരുന്നത്.